കാലിക്കറ്റ് സർവകലാശാലയിൽ അധ്യാപകരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിലയിരുത്താൻ നിയോഗിച്ചിട്ടുള്ള പ്രൊഫസർ തന്നെ ഡേറ്റ തട്ടിപ്പ് നടത്തിയെന്ന് ആക്ഷേപം. യൂണിവേഴ്സിറ്റിയിലെ സസ്യശാസ്ത്ര വിഭാഗം പ്രൊഫസർ ജോസ് ടി പുത്തൂരിന്റെ ലേഖനം ഡേറ്റ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ശാസ്ത്ര ജേർണലായ പ്ലോസ് വണ്ണിന്റെ എഡിറ്റോറിയൽ ബോർഡ് പിൻവലിച്ചു. 2006 മുതൽ പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസ് പ്ലോസ് പ്രസിദ്ധീകരിക്കുന്ന ലോകോത്തര നിലവാരമുള്ള ശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലുമുള്ള പിയർ റിവ്യൂഡ് ജേർണൽ ആണ് പ്ലോസ് ഓൺ. വിദ്യാഭ്യാസ വിദഗ്ധർ പുലർത്തേണ്ട അക്കാദമിക് സത്യസന്ധത ജോസ് പുത്തൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് പ്ലോസ് വൺ എഡിറ്റോറിയൽ ബോർഡ് വിലയിരുത്തി. ഇത് ലോകമെമ്പാടുമുള്ള അക്കാദമിക് വിദഗ്ധരോടുള്ള വഞ്ചനയ്ക്ക് തുല്യമാണ്. ലേഖനത്തിന്റെ അവലോകന പ്രക്രിയയിൽ കൃത്രിമം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളും എഡിറ്റോറിയൽ ബോർഡ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഡേറ്റ തട്ടിപ്പ് നടത്തിയ പ്രൊഫസറെ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ IQAC ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഉടനടി നീക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകി. അക്കാദമിക് മേഖലകളിൽ ഇത് മാപ്പർഹിക്കാത്ത ധാർമ്മിക പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പ്രൊഫസർ ജോസ് ടി പുത്തൂരിനെ IQACയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഉടനടി നീക്കം ചെയ്യണമെന്നും സർവകലാശാല ഗവേഷണങ്ങളിൽ ധാർമ്മിക നിലവാരം പുലർത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മാതൃകാപരമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയത്. പ്ലോസ് വൺ എഡിറ്റർ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അദ്ദേഹത്തിന്റെ മറ്റു പ്രസിദ്ധീകരണങ്ങളിൽ ഡേറ്റ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു.